കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഗ്രോത്ത് ലിവേഴ്സിനെ കുറിച്ചാണ് പഠിച്ചത്. ഈ എപ്പിസോഡിൽ, അതായത് 6ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോണത് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. സോ തുടങ്ങല്ലേ. ഓക്കെ, എന്തിനാണ് ഡിസ്ട്രിബ്യൂഷൻ മസിൽ? ആക്ച്വലി നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം ആവുന്നില്ല. നമ്മൾ എവിടെയാണോ കസ്റ്റമേഴ്സ് ഉള്ളത് അവിടെ നമ്മളെ പ്രൊഡക്റ്റ് വിസിബിൾ ആയിരിക്കണം, അവിടെ അവൈലബിൾ ആയിരിക്കണം. അതാണ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു ടേമിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നൗ ലെറ്റ്സ് ഗോ ഡീപ്പ് ഇൻ ടു ഡിസ്ട്രിബ്യൂഷൻ, ഹൗ ടു ബിൽഡ് ബെറ്റർ ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്തൊക്കെയല്ലേ? ഒന്ന് ഓഫ്ലൈൻ ചാനൽസ് ഉണ്ടാവും, ഓൺലൈൻ ചാനൽസ് ഉണ്ടാവും. ഈ ഓൺലൈൻ ചാനൽസ് എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മളെ സ്വന്തം വെബ്സൈറ്റ്, 2 ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള മാർക്കറ്റ് പ്ലേസസ്, 3 ബ്ലിങ്കിറ്റ്, സെപ്റ്റോ, ഇൻസ്റ്റാമാർട്ട് പോലുള്ള ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ്. ഇനി ഓഫ്ലൈൻ ചാനൽസിൽ എന്തൊക്കെ ഉണ്ടാവും? അതിനകത്തുണ്ടാവും ഒന്ന് ജനറൽ ട്രേഡ്, നമ്മൾ നോർമലി ഗ്രോസറി, കിരാന ഷോപ്സ് ഒക്കെ വരിക ജനറൽ ട്രേഡിലാണ്. പിന്നെ മോഡേൺ ട്രേഡ് ഉണ്ടാവും, ലുലു, നെസ്റ്റോ പോലത്തെ ഹൈപ്പർ മാർക്കറ്റ്സ് ആണ് മോഡേൺ ട്രേഡ് കാറ്റഗറിയിൽ പെടുക. പിന്നെ മൂന്നാമത്തെ ഒരു ഓഫ്ലൈൻ ചാനലുണ്ട്, വിച്ച് ഇസ് എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ്സ്, അതായത് നമ്മളെ സ്വന്തം ബ്രാൻഡിൻ്റെ ഔട്ട്ലെറ്റുകൾ. പിന്നെ കുറച്ച് ഓൾട്ടർനേറ്റ് ചാനൽസും കൂടി ഉണ്ട്. ഒന്ന് B2B സെയിൽസ്, അതായത് ബാക്കിയുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ട് അവരെ പ്രൊഡക്റ്റുകൾ ബിൽഡ് ചെയ്ത് കൊടുക്കുക. 2 എക്സിബിഷൻസ് അല്ലെങ്കിൽ ഫ്ലീ മാർക്കറ്റ്സ്, അവിടെയും നമുക്ക് നമ്മളെ ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് സെല് ചെയ്യാവുന്നതാണ്. 3 ഡോർ ടു ഡോർ സെയിൽസ്, പണ്ടൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഓരോ വീട്ടിൽ വേണമെങ്കിൽ കയറി ഇറങ്ങാം. വേറൊരു ചാനലിൽ കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് ആണ്, അതായത് എനിക്കൊരു ബിസിനസ് ഉണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്ന പല ബിസിനസ് ഓണേഴ്സ് ഉണ്ടോ അവർക്കൊക്കെ ഫെസ്റ്റീവ് ടൈമിൽ ഞാൻ പല ഗിഫ്റ്റുകളും കൊടുക്കും. അതിൽ കുറേ ബ്രാൻഡുകൾ വെച്ചിട്ട് എൻ്റെ ബ്രാൻഡിലുള്ള വലിയൊരു ബോക്സിലായിരിക്കാം ആ ഗിഫ്റ്റ് കൊടുക്കുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ്. ജനറലി ഒരു പുതിയ ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റിന് എപ്പോഴും ഓൾട്ടർനേറ്റ് ചാനൽസ് നല്ലൊരു ഏരിയ ആണ് ടു ടെസ്റ്റ് ദെയർ പ്രൊഡക്റ്റ്. പ്ലസ് ഈ D2C വെബ്സൈറ്റും, ബിക്കോസ് ദാറ്റ് ഈസ് വേർ യു ക്യാൻ ഗെറ്റ് റിയൽ കസ്റ്റമർ ഫീഡ്ബാക്ക് ഡയറക്ട്ലി. ഇനി ഡിസ്ട്രിബ്യൂഷൻ മസിൽ ബിൽഡ് ചെയ്യണം കുറച്ച് ബേസിക് റൂൾസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ എവിടെയാണോ ഉള്ളത് അവിടെ പോയി സെല് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഓൺലൈനിൽ വാങ്ങിക്കാൻ കംഫർട്ടബിൾ ആയ ഒരു കസ്റ്റമർ, അവർക്ക് ഓൺലൈനിൽ തന്നെ വിൽക്കുക. ഓഫ്ലൈനിലാണ് ആ കസ്റ്റമർ കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓഫ്ലൈൻ ചാനൽസിൽ തന്നെ വിൽക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഒരു ഓഫ്ലൈൻ കസ്റ്റമർ ഓൺലൈനിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഓൺലൈൻ കസ്റ്റമർ ഓഫ്ലൈനിലേക്ക് കൺവേർട്ട് ചെയ്യാനും വളരെ ചിലവ് കൂടിയ ആക്ടിവിറ്റിയാണ്. കാരണം അവർക്ക് അതുമായിട്ടൊരു സിങ്ക് ഉണ്ടാവില്ല. സോ ഓൾവേസ് ട്രൈ ടു ബി വേർ യുവർ കസ്റ്റമേഴ്സ് ആർ കംഫർട്ടബിൾ വിത്ത്. ഇപ്പം നമ്മൾ പല ചാനലുകളെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. ഏർലി സ്റ്റേജിൽ ചാനലിൻ്റെ മിക്സ്, ഓരോ ചാനലിലെ സെയിൽസും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ സ്കെയിൽ എത്തിക്കഴിഞ്ഞാൽ പ്രോബബ്ലി യു വിൽ ഫോളോ ആൻ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്. ഫോർ എക്സാമ്പിൾ, Toya.com പോലത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി വിൽക്കുന്ന സ്റ്റോർ, അവരാദ്യം തുടങ്ങിയത് ഓൺലൈനിലായിരുന്നു. ഓൺലൈനിൽ നല്ലൊരു സ്കെയിലെത്തി. അത് കഴിഞ്ഞ് അവർ ഓഫ്ലൈനിൽ തുടങ്ങിയപ്പോൾ സംഭവിച്ചത് ഓഫ്ലൈനിൽ ഓൺലൈനിനേക്കാളും കൂടുതൽ സെയിൽസ് വന്നു. കൂടുതൽ ആൾക്കാർ ജ്വല്ലറി വാങ്ങിക്കൽ വന്ന് അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷമാണ് നോക്കിയും കണ്ടുമാണ് വാങ്ങിക്കൽ. അപ്പോൾ എന്ത് സംഭവിച്ചു? ഓൺലൈനിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തു, അത് ഓഫ്ലൈനിലേക്ക് എടുത്തപ്പോൾ കൂടുതൽ സെയിൽസ് ഉണ്ടായി. ആൻഡ് കൂടുതൽ കസ്റ്റമർ കാറ്റഗറി ഉള്ളത് ഓഫ്ലൈൻ ചാനലിലാണ്. സോ നിങ്ങൾക്ക് എപ്പോഴും D2C വഴി ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാം, പക്ഷേ ചിലപ്പം സെയിൽസിൻ്റെ സ്കെയിൽ അച്ചീവ് ചെയ്യുന്നത് ഓഫ്ലൈനിലേക്ക് പോകുമ്പോഴായിരിക്കും. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസസ് അറ്റ് ദ റൈറ്റ് ടൈം. ഇനീഷ്യലി D2C തുടങ്ങുകയും പിന്നെ ഓഫ്ലൈനിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ അത് ഭയങ്കരമായി 10 മടങ്ങായിട്ട് നിങ്ങളെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഓൺലൈനിൽ നമ്മളൊരു പർട്ടിക്കുലർ സ്കെയിൽ എത്തിക്കഴിഞ്ഞാൽ എവിടെയാണോ ആ ഒരു പർട്ടിക്കുലർ കാറ്റഗറിക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത് ആ കാറ്റഗറിയിൽ പോയിട്ട് അവിടെ ആ ചാനലിൽ അവൈലബിൾ ആവുക എന്നുള്ളതാണ് ബേസിക്കലി ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഓൺലൈനിൽ തുടങ്ങുക, വെൻ യു അച്ചീവ് എ പർട്ടിക്കുലർ സെയിൽസ് വോളിയം, ഗോ ഓഫ്ലൈൻ, ബിക്കോസ് യുവർ കസ്റ്റമേഴ്സ് മേ ബി ബൈയിങ് മോർ ഇൻ ഓഫ്ലൈൻ ചാനൽസ്. നമുക്ക് ഈസി ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് പ്രോഫിറ്റബിൾ ആവുന്നത് ചിലപ്പം ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉള്ളത് ആ ഒരു പർട്ടിക്കുലർ ചാനലിന് ആയിക്കൊള്ളണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, D2C ചാനലുകളാണെങ്കിൽ സ്വന്തം വെബ്സൈറ്റുകളാണെങ്കിൽ ഈസിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ, പക്ഷേ അവിടെ പ്രോഫിറ്റബിലിറ്റി ലെസ്സാണ്. നേരെ മറിച്ച് നിങ്ങളൊരു ജനറൽ ട്രേഡ്, കിരാന സ്റ്റോറിലോ ഗ്രോസറിയിലോ നിങ്ങളെ സാധനങ്ങൾ വിൽക്കുകയാണെങ്കിൽ അവിടെ പ്രോഫിറ്റബിളി കൂടുതലാണ്, പക്ഷേ
കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഓൾവേസ് കീപ് ദിസ് ഇൻ മൈൻഡ്. D2C മേ നോട്ട് ബി ദ ബെസ്റ്റ് പ്രോഫിറ്റബിൾ ചാനൽ യെറ്റ്. സോ അത് എപ്പോഴും ഇടാം. അപ്പം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് എത്ര ഈസിയാണോ ചെയ്യാൻ അത്രയും പ്രോഫിറ്റബിലിറ്റി കുറയും. എത്ര ടഫാണോ ഒരു ചാനലിൽ കയറി പറ്റാൻ അവിടെ പ്രോഫിറ്റബിലിറ്റി കൂടും. നമ്മൾ ഇത്രയും കാലം പഠിച്ചത് വെച്ചിട്ട് ജനറലി ഓഫ്ലൈൻ ചാനൽസിൽ പ്രോഫിറ്റ്സ് കൂടുതലാണ്, ഓൺലൈൻ ചാനൽസിൽ പ്രോഫിറ്റ്സ് കുറവാണ്. സോ അണ്ടർസ്റ്റാൻഡ് ദിസ് ടു. ഓൺ വെബ്സൈറ്റ് മേ ബി ദ ഈസിയസ്റ്റ് ടു എൻ്റർ ബട്ട് പ്രോഫിറ്റ്സ് മേ ബി ലെസ്. ഓഫ്ലൈൻ ചാനൽസിൽ തുടങ്ങണമെങ്കിൽ ഭയങ്കര ടഫാണ്, പക്ഷേ പോകെ പോകെ പ്രോഫിറ്റ്സ് കൂടിയേക്കാം. അപ്പോൾ എന്താണ് നമ്മൾ സ്കെയിലിങ്ങിനോട് ഉദ്ദേശിക്കുന്നത്? സ്കെയിൽ ചെയ്യുമ്പം ആക്ച്വലി നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് എടുക്കാം. സേ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യും? സേ ഒരു ഫാഷൻ അല്ലെങ്കിൽ ഒരു ഷർട്ട് അല്ലെങ്കിൽ ടീ-ഷർട്ട് ആയിരിക്കുക. നമ്മൾ കൂടുതൽ ടീ-ഷർട്ട് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ കോസ്റ്റ് റെഡ്യൂസ് ആവും. പ്ലസ് നമ്മൾ നല്ലൊരു ബ്രാൻഡ് ആണെങ്കിൽ നമ്മളെ മാർജിൻസും ഇമ്പ്രൂവ്, കാരണം നമുക്ക് എന്താ റീറ്റെയിലറുമായിട്ട് കൂടുതൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് വാട്ട് വി മീൻ ബൈ സ്കെയിൽ. പല കമ്പനികളും ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ 2 തരം മെത്തഡോളജികൾ ഫോളോ ചെയ്യും. ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ ഫസ്റ്റ്, 2 പ്രൊഡക്റ്റ് ഫസ്റ്റ്. എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഫസ്റ്റ്? ഫോർ എക്സാമ്പിൾ ഈസ്റ്റേൺ പോലെ ബിസിനസ്സുകൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫസ്റ്റ് ആയിരിക്കും. കാരണം എന്താ, അവർ ഓൾറെഡി ആയിരക്കണക്കിന് 10,000 ഔട്ട്ലെറ്റ്സിൽ അവരുടെ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ പുതിയൊരു പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഔട്ട്ലെറ്റിലേക്ക് ഓൾറെഡി ആ പ്രൊഡക്ട്സ് അതേ ചാനലിലൂടെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. നേരെ മറിച്ച് പുതിയ ബ്രാൻഡ്സ്, നാട്ടിൽ അറിയപ്പെടാത്ത ബ്രാൻഡ്സ് എപ്പോഴും പ്രൊഡക്റ്റ് ഫസ്റ്റ് ആയിരിക്കും. അതായത് അവർ മോസ്റ്റ്ലി ഫസ്റ്റ് ഓൺലൈനിൽ വാലിഡേറ്റ് ചെയ്ത് കുറച്ച് സെയിൽസ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഓഫ്ലൈനിനെ കുറിച്ച് ചിന്തിക്കുക. ഇനി ഫൗണ്ടേഴ്സ് മനസ്സിലാക്കേണ്ട വേറൊരു സാധനം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി ഈ ബ്രാൻഡ് ലോയൽറ്റി ഭയങ്കര ഓവർ റേറ്റഡ് ആണ്. ഫൗണ്ടേഴ്സ് വിചാരിക്കും നമ്മളെ ബ്രാൻഡിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മളെ ബ്രാൻഡ് എവിടെയാണോ കിട്ടുന്നത് അവിടെ വന്ന് വാങ്ങിക്കും. പക്ഷേ ആക്ച്വലി കസ്റ്റമേഴ്സിന് ഇഷ്ടം പോലെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ അവരെന്ത് ചെയ്യും, ഏത് ബ്രാൻഡാണോ അവൈലബിൾ അതിൻ്റെ പ്രൊഡക്റ്റ് പോയി വാങ്ങിക്കും. സോ ഓൾവേസ് ഫോക്കസ് ഓർ മേക്ക് ഷുവർ ദാറ്റ് യുവർ പ്രൊഡക്ട്സ് ആർ അവൈലബിൾ ഇൻ ആസ് മച്ച് ചാനൽസ് ആസ് അവൈലബിൾ. പക്ഷേ സ്കെയിൽ അച്ചീവ് ചെയ്തതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ എല്ലായിടത്തും കുറച്ച് ഫോക്കസ് ഇടാൻ പറ്റുള്ളൂ. യു മേ ഒന്നും ഓൺലൈനിൽ നേർക്ക് വിൽക്കാൻ പറ്റില്ല, ഓഫ്ലൈനിൽ നേർക്ക് വിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിപ്പോവും. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഡൂയിങ് ഇറ്റ് ഇൻ ദ റൈറ്റ് വേ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫോക്കസ് ചെയ്യുക വെൻ യു അച്ചീവ് സ്കെയിൽ. അതായത് ഓൺലൈനിൽ ഒരു സ്പെസിഫിക് എമൗണ്ടിൽ എത്തിയതിന് ശേഷം മാത്രം, അതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം അടുത്തൊരു ചാനൽ നോക്കുക. ഇനി ഡിസ്ട്രിബ്യൂഷൻ കൂടുന്നതിനനുസരിച്ച്, അതായത് കൂടുതൽ സ്ഥലങ്ങളിൽ നമ്മളെ പ്രൊഡക്റ്റ് അവൈലബിൾ ആവുന്നതിനനുസരിച്ച് നമ്മളെ നെഗോസിയേഷൻ പവേഴ്സും കൂടും. അതായത് കൂടുതൽ പ്ലേസുകളിൽ വരുമ്പോൾ കൂടുതൽ ബ്രാൻഡുകൾ നമ്മളെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കൂടുതൽ ഷോപ്പുകൾ നമ്മളെ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്യാൻ നമ്മളടുത്ത് ചോദിച്ചു തുടങ്ങും. അപ്പോൾ നമ്മളെ നെഗോസിയേഷൻ പവർ കൂടും, നമ്മളെ പ്രോഫിറ്റബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും. സോ ഓൾവേസ് ട്രൈ ടു ബിൽഡ് ട്രൂ ലോയൽറ്റി ടുവേർഡ്സ് ദ ബ്രാൻഡ്. ആ ബ്രാൻഡ് ശരിക്കും ആൾക്കാർ ചോദിച്ച്, കസ്റ്റമേഴ്സ് ചോദിച്ച് റീറ്റെയിൽ സ്റ്റോഴ്സിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി റീറ്റെയിൽ സ്റ്റോഴ്സ് നിങ്ങളടുത്ത് വന്നിട്ട് നിങ്ങളെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളെ പ്രൊഡക്റ്റ് അവരെ ഔട്ട്ലെറ്റ് വെക്കാൻ ചോദിക്കും. സോ ദെൻ യു ഹാവ് എ ബെറ്റർ നെഗോസിയേഷൻ പവർ ആൻഡ് ബെറ്റർ പ്രോഫിറ്റബിലിറ്റി. സോ ആസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻക്രീസസ്, യുവർ പ്രോഫിറ്റബിലിറ്റി ആൾസോ ഇൻക്രീസസ്. നിങ്ങളെ പ്രൊഡക്റ്റ് പല സ്ഥലങ്ങളിൽ വെക്കുമ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങളെ വോളിയം ഓഫ് ദ പ്രൊഡക്റ്റ് സെയിൽസ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, മാനുഫാക്ചറിങ് കോസ്റ്റ് കുറയും, ലോജിസ്റ്റിക്സ് ഒന്നും കൂടി എഫിഷ്യൻ്റ് ആവും. സോ പ്രോഫിറ്റ് പെർ പ്രൊഡക്റ്റ് വീണ്ടും ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഹാവിങ് ഡിസ്ട്രിബ്യൂഷൻ അറ്റ് സ്കെയിൽ. കൂടുതൽ സ്ഥലങ്ങളിലെത്തുമ്പോൾ മാനുഫാക്ചറിങ് കോസ്റ്റുകൾ കുറയും, ലോജിസ്റ്റിക്സ് ഒന്നും കൂടി എഫിഷ്യൻ്റായി അതിൻ്റെ കോസ്റ്റുകളും കുറഞ്ഞു തുടങ്ങും. അതായത് ഒരു പ്രൊഡക്റ്റിന്മേൽ നിങ്ങൾക്കുള്ള മാർജിൻ കൂടി തുടങ്ങും. സോ ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പഠിച്ചു, ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിനെ കുറിച്ച് പഠിച്ചു, സ്കെയിൽ ചെയ്താൽ എങ്ങനെ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കുറയുകയും പ്രോഫിറ്റബിലിറ്റി എങ്ങനെ കൂടുകയും ചെയ്യുമെന്ന് പഠിച്ചു. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമ്മൾ ആസ് മച്ച് ആസ് പോസിബിൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യും. ലൈക്കും ഷെയറും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താം. അപ്പോൾ കൂടുതൽ ആൾക്കാർ, നിങ്ങളെപ്പോലെ കൂടുതൽ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി പഠിക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ അണ്ടിൽ വി സീ യു അഗെയിൻ, സീ യു ഇൻ ദ നെക്സ്റ്റ് ചാപ്റ്റർ.